കൊല്ലത്ത് എത്ര മണ്ഡലം വേഗത്തിൽ നോക്കാം 13 മണ്ഡലങ്ങളല്ലേ കൊല്ലത്ത് നിൽക്കുന്നത്. 11 തെറ്റിപ്പോയതാണ്, വേഗത്തിൽ തെറ്റിപ്പോയതാണ്. 11 മണ്ഡലങ്ങളിൽ ആദ്യം വരുന്നത് ചടയമംഗലം. ഒരു സംശയം വേണ്ട, ജെ ചിഞ്ചുറാണി ഇച്ചിരി മത്സരം നേരിട്ടിട്ടുണ്ട്, പക്ഷെ ജയിച്ചിട്ടുണ്ട്. നല്ല മത്സരമായിരുന്നു. ചിഞ്ചുറാണി ശ്രദ്ധിച്ചോ, ഒരു കോൺഗ്രസ്സുകാരനും മറ്റൊരു മുൻ കോൺഗ്രസ്സുകാരൻ അരുൺരാജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ അവഗണനയൊക്കെ പറഞ്ഞ് പ്രതിഷേധിച്ച് ബിജെപിയിലേക്ക് പോയി. നസീർ അവിടെ സ്ഥാനാർത്ഥിയായി, ജെ ചിഞ്ചുറാണി ഈ പറഞ്ഞതുപോലെ തന്നെ. റൈറ്റ്, അടുത്തത് നോക്കാം. ശരി, വളരെ വേഗത്തിൽ ചാത്തന്നൂർ ശക്തമായ പോരാട്ടം നടക്കുന്ന ശ്രദ്ധേയമായ ഒരു ഇടം കൂടിയാണ്. ഇതും CPI സ്ഥാനാർത്ഥിയാണ്, രാജേന്ദ്രനാണ്, പുതുമുഖമാണ്. ജയലാൽ മാറിയിട്ട് അവിടെ NDA പ്രതീക്ഷ വയ്ക്കുന്ന അവരുടെ ഒരു പ്രധാന, അവര് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലമൊക്കെ അങ്ങനെ വന്നിരുന്നു. ചവറ തുടർച്ചയായി ഷിബു ബേബി ജോൺ തോൽക്കുന്നു. ഇത്തവണ തോൽവിയിൽ നിന്ന് അദ്ദേഹത്തിന് മോചിതനാകാനാകുമോ, അതോ വിജയൻ പിള്ള മരിച്ചപ്പോൾ MLA ആയിരുന്നു, അതിനുശേഷം സുജിത്ത് വന്നു, അദ്ദേഹവും ഷിബുവിനെ തോൽപ്പിച്ചു. ഇക്കുറിയും തോൽപ്പിച്ച് സുജിത്ത് നിയമസഭയിലേക്ക് പോകുമോ എന്ന നല്ലൊരു ചോദ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വികസനത്തിന്റെ കാര്യത്തിൽ. സുജിത്തിനെ അദ്ദേഹം ഒരു സ്റ്റേറ്റ് ലീഡറാണ്, ഷിബു ബേബി ജോൺ RSPയുടെ, പക്ഷേ ഒരു തരത്തിലും ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. അത്ര നല്ല MLA ആയി തന്നെ ചവറയിൽ. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്ത മണ്ഡലം ഏതാണ്? ഇരവിപുരം. CPM-നെ സംബന്ധിച്ച് വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഉറപ്പിക്കാവുന്ന ഒരു മണ്ഡലം. ഈ വിഷ്ണുവിന്റെ പേരിൽ വലിയ വിവാദമൊക്കെ ഉണ്ടാകും, നമ്മൾ കണ്ടതാണ്. പ്രേമേന്ദ്രന്റെ മകനെ കൊണ്ടുവരാൻ ശ്രമിച്ചതും പിന്നെ അത് നടക്കാതെ പോയതൊക്കെ ഉണ്ട്. പകരം വന്നയാളാണ്. അതെ, വിഷ്ണു മോഹൻ അല്ലേ. അവിടെയാണ് RSPക്കാർ, കൊല്ലം മണ്ഡലത്തിലാണ് RSPക്കാർ വോട്ടുകൾ വലിച്ചു കൊടുത്തില്ല എന്നൊക്കെ കോൺഗ്രസിന്റെ അത് UDF-ന് അവർ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നവരുടെ കൂടിയാണ്. പക്ഷേ കാണുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യതാ മണ്ഡലമായിരുന്നു അത്. CR മഹേഷ് അങ്ങനെ മെല്ലെ പിടിച്ചെടുത്തതാണ്. CPI-യുടെ മണ്ഡലം. അതെ, ഇത്തവണയും അത് പറയുന്നു. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, BJP സ്ഥാനാർത്ഥി എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നത് പ്രധാനമാണ്. ആ വോട്ട് പിടിക്കുന്നത് CR മഹേഷിന് ദോഷം ചെയ്തേക്കാം എന്ന് പറയാൻ താര വളരെ നല്ല നിലയിൽ പ്രചരണരംഗത്ത് കയറി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് നാളത്തെ ലീഡിലും ഭൂരിപക്ഷത്തിലും ഒക്കെ നമുക്കത് അറിയാൻ പറ്റും, എങ്ങനെ കരുനാഗപ്പള്ളിയിൽ ഇത് വർക്കായിട്ടുണ്ട്. ശരി, അടുത്ത വേഗത്തിൽ നോക്കാം. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലം. അവിടെ മുകേഷ് മാറി പകരം S ജയമോഹൻ വരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പുറത്ത് ബിന്ദു കൃഷ്ണ വീണ്ടും വരുന്നു. ഇവിടെയല്ലേ ഈ വിഷയം വന്നത്? അതെ, കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചാണ്. അവര് RSPക്കാർ കോൺഗ്രസ്സുകാർ അവിശ്വസിക്കുകയാണ് RSP. അല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ട ഗംഭീര കമന്റ് ഉണ്ടായിരുന്നു. RSPയുടെ ലോക്കൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടന്നാണ് പറഞ്ഞത്. അതായത് RSPയുടെ സംസ്ഥാന സെക്രട്ടറി വിചാരിച്ച് തന്നെ 10 വോട്ട് തികച്ച് മറിക്കാൻ പറ്റത്തില്ല, പിന്നെ ലോക്കൽ സെക്രട്ടറിയെ പിടിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരു കമന്റ് കണ്ടിരുന്നു. ആക്ഷേപിക്കരുത്, തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമന്റ് ആണ്. നമ്മൾ RSPയെ കുറിച്ച് പറയുന്നതിന് ചവറ മുതൽ ചവറ വരെ എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വലിയ പ്രതാപകാലത്തിൽ നിന്നൊക്കെ മുന്നണി വിട്ടതോടെ അവർ ക്ഷയിച്ചു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് നിർണായകമാണ്. അതെ, പ്രേമേന്ദ്രന്റെ ലോക്സഭാംഗത്വം മാത്രമേ ഉള്ളൂ. ശരി, അടുത്ത മണ്ഡലം കൊട്ടാരക്കര സവിശേഷ സാധ്യതയുള്ള മണ്ഡലമാണല്ലോ. ബാലഗോപാൽ നല്ല രസമാണ്. ഐഷ പോറ്റി CPIM വിട്ട് ഇടതുപക്ഷം വിട്ട് UDF ആയി. നേരെ BJP പോയി. ഏതായാലും ബാലഗോപാൽ സേഫ് മജോറിറ്റിയിൽ അവിടെ പിടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരി, അടുത്ത മണ്ഡലം വേഗത്തിൽ വരട്ടെ. കുണ്ടറ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കുണ്ടറ ഇത്തവണ CPIM തിരിച്ചു പിടിക്കുമെന്ന് ആത്മവിശ്വാസം നല്ല മത്സരം കൊടുത്ത സജികുമാർ നല്ല മത്സരം കൊടുത്തിട്ടുണ്ട്, സംശയം വേണ്ട. അപ്പോൾ ആ രീതിയിൽ വന്ന ഇടം കൂടിയാണ് കുന്നത്തൂർ. പ്രധാനപ്പെട്ട മറ്റൊരു മത്സരം നടക്കുന്നത് നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ. അതെ, കോവൂർ ബ്രദേഴ്സ്. അതെ, ഉല്ലാസ് കോവൂരും അതുപോലെ തന്നെ ഉല്ലാസ് കോവൂരും കോവൂർ കുഞ്ഞുമോനും. അതേ ഈ പറഞ്ഞ പോലെ 4 ടൈമോ മറ്റോ ആയി. ഭയങ്കര ജനകീയനാണ്. അതായത് ഏത് മനുഷ്യന്റെ പേരെടുത്ത് വിളിച്ച് കൈപിടിച്ച് വർത്തമാനം പറയുന്ന ഒരാൾ കൂടി. UDF ഇത്തവണ കുന്നത്തൂര് പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ കോവൂർ കുഞ്ഞുമോനെ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും ഉല്ലാസ് കോവൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പും ഒക്കെ അദ്ദേഹം തന്നെയാണ് അവിടെ, അദ്ദേഹത്തിന്റെ കസിനാണ്, കോവൂർ കുഞ്ഞുമോന്റെ കസിനാണ് മത്സര സ്ഥാനാർത്ഥിയായി വന്നത്. പക്ഷേ ഭൂരിപക്ഷമൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ, ഉള്ളത് പറയണോ, കുറച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു വിജയമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നാളെ മാത്രം പറയാൻ പറ്റും. ശരി, അടുത്ത മണ്ഡലത്തിലേക്ക് വേഗത്തിൽ പോകാം. അടുത്ത മണ്ഡലം പത്തനാപുരം. KB ഗണേഷ് കുമാർ, ഒപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല, രണ്ടുപേരും നല്ല ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജ്യോതികുമാർ ഇത്തവണ സംശയമില്ല. ജ്യോതികുമാർ ചാമക്കാല അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നില്ല. പക്ഷേ ഗണേഷ് കുമാറിന്റെ ഒരു മികവുള്ള ഇടം കൂടിയാണ് അത്. ബാലകൃഷ്ണപിള്ള സാറിന്റെ കാലത്തുള്ള അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മണ്ഡലം നോക്കുന്ന കാര്യം, പരിപാലിക്കുന്ന കാര്യത്തിൽ ഇടപെടുക. കാരണം വല്ലാത്തൊരു കാലങ്ങളായിട്ടുള്ള തലമുറകളായിട്ടുള്ള ബന്ധമാണ്. നാട്ടിൽ നമ്മൾ ഏത് നാട്ടിൽ പോയാലും പത്തനാപുരത്തേക്ക് ഒരു ബസ് ഉണ്ട്, ഒരു KSRTC ഉണ്ട്, മസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പത്തനാപുരത്തിന് ഇതെല്ലാം കടന്നു വരുന്ന ഒരു ഘടകമുണ്ട്. അതുകൊണ്ട് തന്നെ
ഗണേഷ് കുമാറിന്റെ ആ ഒരു വിജയ തുടർച്ചയൊന്നും തകർക്കാൻ UDF കഴിയുമോ എന്ന ചോദ്യമാണ്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല 5 വർഷം അവിടെ സെറ്റിൽ ചെയ്ത് നിന്ന് രാഷ്ട്രീയം പയറ്റുകയായിരുന്നു. അതെ, അത് സംശയമില്ല. പുനലൂർ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. വളരെ ഭൂരിപക്ഷം എത്രയെന്ന് മാത്രമേ ഉള്ളൂ. കൊല്ലത്തെ ഉറച്ച ഒരു ഭൂരിപക്ഷം എത്രയെന്ന് മാത്രമേ ചോദ്യമുള്ളൂ പുനലൂർ. വേറെ കഥയൊന്നുമില്ല അവിടെ. അതിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഏതാണ് രാജ്കുമാർ? ശരി, രാജ്കുമാറിലേക്ക് നമ്മളിങ്ങനെ രാജ്കുമാർ എത്തിയിട്ടുണ്ട്. രാജ്കുമാർ, കൊല്ലം ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ, നാളെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കൊല്ലം ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. അതായത് ടൈറ്റ് മത്സരം നടന്നു എന്ന് വിശ്വസിക്കുന്നത് 1 കൊല്ലം നിയോജക മണ്ഡലം, 2 ചവറ നിയോജക മണ്ഡലം, 3 കുന്നത്തൂർ നിയോജക മണ്ഡലം, അതുപോലെ കരുനാഗപ്പള്ളി, കുണ്ടറ, ഇങ്ങനെയുള്ള ഈ മണ്ഡലങ്ങളിലാണ് അതിശക്തമായ മത്സരം. അതിനൊപ്പം ഒരെണ്ണം കൂടി ചേർക്കണം, പത്തനാപുരം. അവിടെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ ശരത്തും നമ്മുടെ മനുവും പറഞ്ഞതുപോലെ ഈ 2 സ്ഥാനാർത്ഥികളും അവിടെ നെക്ക് ഫൈറ്റിലേക്ക് ആ പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നാണ് അവസാന റൗണ്ടിലെ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ചാമക്കാല ജ്യോതികുമാർ തൻ്റെ സ്വത്ത് മുഴുവനും പണയം വെച്ചും വിറ്റും ആ പണം മുഴുവനും അവിടെ ചെലവഴിച്ച് അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് അയാൾ വർക്ക് ചെയ്യുമായിരുന്നു. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് പടക്കം ഇവിടെ ഇത് പൊട്ടിക്കാനായി താൻ ജയിക്കും എന്ന് കരുതി പടക്കം എത്തിച്ചതായിട്ടൊരു വാർത്തയുണ്ട്. അത് ഇന്ന് രാവിലെ ഗണേഷ് കുമാർ അത് പറയുകയും ചെയ്തു. 5 വർഷമായിട്ട് ഞാൻ അവിടെ വിജയിക്കുന്നുണ്ട്, 5 പ്രാവശ്യമായി ഞാൻ വിജയിക്കുന്നുണ്ട്, ഇതുവരെ ഞാൻ പടക്കം പൊട്ടിച്ചിട്ടില്ല, അവർക്ക് പടക്കം പൊട്ടിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് പൊട്ടിക്കാം എന്നൊരു കമൻറ്റ് ഇന്ന് രാവിലെ ഗണേഷ് കുമാർ നമ്മളോട് രാവിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രസകരമായ കമൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പടക്കം പോലീസ് പിടിച്ചു. DJ കൊല്ലത്തുനിന്ന് DJ പാർട്ടി വരെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ വാഹനം DJ വാഹനം വരെ ഇവിടുന്ന് വിജയാഹ്ലാദത്തിൽ പോകുമ്പോൾ ഉപയോഗിക്കാനായി സെറ്റാക്കിയെന്നാണ് അവരുടെ വർത്തമാനം. അപ്പോൾ ഈ നിലയിലേക്കാണ് പത്തനാപുരത്തെ സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു 5 മണ്ഡലം UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ, അതായത് അവർ പറയുന്നത് ഞങ്ങൾ പത്തനാപുരത്ത് ഉൾപ്പെടെ ജയിക്കുമെന്നൊരു വലിയ ആത്മവിശ്വാസം അവർ രേഖപ്പെടുത്തുകയാണ്. കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും, അതായത് കഴിഞ്ഞ കുറി ഏറ്റവും കൂടുതൽ ഇതിൽ ഭൂരിപക്ഷം കിട്ടിയത് പുനലൂരാണ്. 34,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2ാം സ്ഥാനത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി CR മകേഷ് കൊണ്ടുപോയി. അത് UDF സ്ഥാനാർത്ഥി 29,000 ഭൂരിപക്ഷമായിരുന്നു. ഏറ്റവും കുറവ് ഭൂരിപക്ഷം LDF കിട്ടിയത് ചവറ നിയോജക മണ്ഡലത്തിൽ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ ഡോക്ടർ ബ്രോ, കൊല്ലത്തിൻ്റെ ഡോക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന നമ്മുടെ സുജിത്ത് വിജയൻപിള്ള നേടിയത്. ഇക്കുറി വളരെ ശക്തമായ മത്സരം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം RSPയുടെ ഒരു വിധിയെഴുത്തായി ഈ ഒരു ഇലക്ഷൻ മാറും കൊല്ലത്തെ സംബന്ധിച്ച്. അതായത് UDF അഥവാ ഭരണം കിട്ടി ഈ പറയുന്ന ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടാൽ, ഒരുപക്ഷെ മറ്റേതെങ്കിലും RSPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ആ സ്ഥാനാർത്ഥി മന്ത്രിയാകുന്ന ദയനീയമായ ഒരു കാഴ്ച ഷിബു ബേബി ജോണിനെ സംബന്ധിച്ച് ആ ചവറയിൽ നിരന്തരമായി ഇക്കുറിയാണെങ്കിൽ പ്രേമചന്ദ്രനും മകനും ഭാര്യയും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. രാജ്കുമാർ, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മൊത്തത്തിലൊരു കേരളത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ UDF ആ ഒരു പ്രതീക്ഷയും വല്ലാതെ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എക്സിറ്റ് പോളൊക്കെ അത് പറഞ്ഞെങ്കിലും റിയാലിറ്റിയിൽ അതത്ര എളുപ്പത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒന്നായി നിൽക്കുകയാണ്. UDF ഒരു മടങ്ങി വരവ് എന്നതുകൂടി അതിനകത്ത് വിഷയമാണ്. രാജ്കുമാർ പറഞ്ഞ ശരിയാണ്. RSP എന്ന പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ അസ്തിത്വം അതിൽ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ഒരാളെയെങ്കിലും അയക്കാൻ കഴിയുമോ, അത് ഷിബു ബേബി ജോൺ എന്ന അവരുടെ നേതാവിനെ അയക്കാൻ കഴിയുമോ എന്നൊരു വലിയ പ്രശ്നം അവർ നേരിടുന്നുണ്ട്. ഉറപ്പായും അതാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഈ പ്രേമചന്ദ്രൻ്റെ മകന് സീറ്റ് ഒരു കാരണവശാലും നൽകാനാകില്ല എന്ന ഉറച്ച നിലപാട് മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുതിർന്ന നേതാവ് A അസീസും ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി കാർത്തിക് പ്രേമേന്ദ്രന് ഇരവിപുരത്ത് സീറ്റ് നിഷേധിക്കപ്പെട്ടു. പകരം കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ വിഷ്ണു മോഹൻ അവിടെ മത്സരിക്കുന്നത്. അവിടെയും തിരിഞ്ഞു നോക്കിയില്ല. എന്തെങ്കിലും ഈ പറയുന്ന കാർത്തിക് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ആദ്യഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഈ RSPയിലെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടില്ല എന്നൊരു കമന്റ് ഈ RSPയുടെ തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും ഒടുവിൽ, അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് RSPയെ സംബന്ധിച്ച് നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അവരുടെ ഭാവി തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ അത് പിളർപ്പിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ശരി.